संज्ञा या सर्वनाम के जिस रूप से वाक्य के अन्य शब्दों से उसका संबंध जोड़ा जाता है उसे हम कारक कहेंगे। कारक 8 प्रकार के होते हैं। कर्ता कारक, कर्म कारक, करण कारक, संप्रदान कारक, अपादान कारक, संबंध कारक, अधिकरण कारक, संबोधन कारक। कारक के प्रत्यय यानी कारक को सूचित करने वाले चिन्ह को हम कारक प्रत्यय कहेंगे यानी വിഭക്തി कहेंगे। कारक നാമം അല്ലെങ്കിൽ സർവനാമങ്ങളെ ആ വാക്യത്തിലെ മറ്റു വാക്കുകളുമായി ബന്ധപ്പെടുത്തുന്ന ശബ്ദത്തെയാണ് നമ്മൾ കാരക് എന്ന് പറയുന്നത്. ബന്ധപ്പെടുത്തുന്ന വാക്കുകളെയാണ് കാരക് എന്ന് പറയുന്നത്. അതിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ കാരക് പ്രത്യയ് എന്ന് പറയും ഹിന്ദിയിൽ. വിഭക്തി എന്നും പേരുണ്ട്. കാരക് 8 തരത്തിലുണ്ട്. കർത്താകാരക്, കർമ്മകാരക്, കരൺകാരക്, സമ്പ്രദാൻ കാരക്, അപാദാൻ കാരക്, സംബന്ധകാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. ഇതിൻ്റെ പ്രത്യയങ്ങളാണ്. കർത്താകാരക്കിൻ്റെ പ്രത്യയ് നേ, കർമ്മകാരക്കിൻ്റെ പ്രത്യയ് കോ, കരൺകാരക്കിൻ്റെ പ്രത്യയ് സേ, സംപ്രദാൻ കാരക്കിൻ്റെ പ്രത്യയ് കോ കെ ലിയേ, അപാദാൻ കാരക്കിൻ്റെ പ്രത്യയ് സേ, സംബന്ധ കാരക്കിൻ്റെ പ്രത്യയങ്ങൾ കാ കെ കി, അധികരൺ കാരക്കിൻ്റെ പ്രത്യയം മേം पर, संबोधन कारक प्रत्यय हे अरे। कर्ता कारक संज्ञा या सर्वनाम के जिस रूप से काम करने वाले का बोध होता है उसे हम कर्ता कारक कहेंगे। उसका प्रत्यय है ने। उदाहरण के लिए राम ने किताब पढ़ी, यहाँ राम ने कर्ता कारक है। कर्म कारक जिस वस्तु पर कर्ता या कर्म का फल पड़ता है उसे हम कर्म कारक कहेंगे। जैसे ये किताब राम को दो, ये किताब राम को दो, वहाँ राम को है कर्म कारक। कर्म कारक का प्रत्यय है को। संज्ञा या सर्वनाम के जिस रूप से क्रिया का साधन का बोध होता है उसे हम करण कारक कहेंगे। जैसे हम बस से जाते हैं, से करण कारक का प्रत्यय है बस से, हम करण कारक है। हम कलम से लिखते हैं, कैसे लिखते हैं? कलम से लिखते हैं, वहाँ हम कलम से करण कारक है। जिसके लिए काम निकलता है वो संप्रदान कारक है। संप्रदान कारक का प्रत्यय है को के लिए। मैं राम के लिए एक पुस्तक लाता हूँ, यहाँ राम के लिए संप्रदान कारक है। संज्ञा के जिस रूप से उसके दूसरे संज्ञा से अलग होने का बोध होता है उसे हम अपादान कारक कहेंगे। जैसे पेड़ से पत्ते गिरते हैं, पेड़ से पत्ते गिरते हैं, पेड़ से पत्ते अलग होकर गिरते हैं, पेड़ से पत्ते अलग होकर गिरते हैं। यहाँ पर से अपादान कारक होता है, यहाँ पर से अपादान कारक होता है। संज्ञा के जिस रूप से दूसरी वस्तु के साथ यानी दूसरी संज्ञा के साथ उसका संबंध जोड़ता है उसी प्रत्यय को हम संबंध कारक कहेंगे। संबंध कारक का प्रत्यय है का के की। यहाँ रामू का लड़का, रामू एक संज्ञा है, लड़का दूसरी संज्ञा है। रामू और लड़के का संबंध जोड़ता है का से। तुलसी के पिताजी, तुलसी और पिताजी का संबंध जुड़ता है के से। तुलसी की माताजी, तुलसी और माताजी का संबंध जुड़ता है की से। संज्ञा या सर्वनाम के जिस रूप से उसका आधार का बोध होता है उसे हम अधिकरण कारक कहेंगे। उसका प्रत्यय है मेम पर, मेज पर किताब है और उसका आधार है पर शब्द से। संबोधन कारक किसी को संबोधन करने वाले कारक होते हैं। जैसे अरे यहाँ आओ, यहाँ पर अरे शब्द संबोधन कारक है। कर्ता कारक പ്രവൃത്തി ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്ന ആ പ്രത്യയമാണ് കർത്താകാരക് എന്ന് പറയും. അതായത് അവിടെ രാമൻ ജോലി ചെയ്തു, അവിടെ നമ്മൾ മലയാളത്തിൽ അതിന് പ്രത്യേകമായിട്ട് പ്രത്യയമൊന്നുമില്ല. നിർദ്ദേശിക എന്ന് നമ്മൾ മലയാളത്തിൽ കർത്താകാരക്കിൻ്റെ പേര് നിർദ്ദേശിക എന്ന് പറയും. രാമൻ ജോലി ചെയ്തു, അവിടെ രാമൻ എന്നുള്ള വാക്ക് മാത്രമേ വരികയുള്ളൂ. അടുത്തത് കർമ്മകാരക്, നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം കർമ്മത്തിൽ വരുന്നു. ആ കർമ്മത്തിൽ വരുന്ന പ്രത്യയത്തിനെയാണ് നമ്മൾ കർമ്മകാരക് എന്ന് പറയുന്നത്. അതായത് ഞാൻ പശുവിനെ തല്ലി, ഇവിടെ പശുവിനെ എന്നുള്ളതാണ് കർമ്മകാരക് എന്ന് പറയുന്നത്. കരൺ കാരക്
എന്തുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു സാധനം, ഒരു മീൻസ് ഉണ്ട് അവിടെ. ആ മീൻസിൻ്റെ കൂട്ടത്തിൽ വരുന്ന പ്രത്യയത്തിനെയാണ് നമ്മൾ കരൺ കാരക്കുന്നത്. ഞാൻ പേന കൊണ്ടെഴുതി, മേ കലം സെ ലിഖ്താഹും. അപ്പം സേ എന്നുള്ളത് അവിടെ കരൺ കാരക്കിൻ്റെ പ്രത്യയം. അടുത്ത സമ്പ്രദാൻ കാരക്. ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെ സമ്പ്രദാൻ കാരക് എന്ന് പറയുന്നത്. കോ കേലിയെ, മേ രാം കേലിയെ പുസ്തക് ലായ, ഞാൻ രാമന് വേണ്ടി പുസ്തകം കൊണ്ടുവന്നു. അടുത്തത് അപാദാൻ കാരക്. അപാദാൻ കാരക്കിൻ്റെ പ്രത്യയവും സേ തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് കരൺ കാരക്കിൽ നിന്നും വ്യത്യാസമായിട്ട് അറിയുന്നത് അപാദാൻ കാരക് എപ്പോഴും സെപ്പറേഷൻ, വിട്ടുപോരുന്നതിനെ സൂചിപ്പിക്കുന്നു. പേഡ് സെ പത്തേ ഗിർത്തേഹം, മരത്തിൽ നിന്നും ഇലകൾ വീഴുന്നു. അപ്പം ഇലകൾ മരത്തിൽ നിന്നും വിട്ടുപോരുകയാണ്. ആ സെപ്പറേഷനെ സൂചിപ്പിക്കുന്നതാണ് അപാദാൻ കാരക്. സംബന്ധകാരക്, ബന്ധിപ്പിക്കുന്നത്. നാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് സംബന്ധകാരക് എന്ന് പറയുന്നത്. കാ കേ കി അതിൻ്റെ പ്രത്യയങ്ങൾ. അധികരൺ കാരക്, മേം പർ, അതിൻ്റെ ആധാരം. നമ്മൾ മേശപ്പുറത്ത് പുസ്തകമുണ്ട്, അപ്പോൾ ആ നാമത്തിൻ്റെ ആധാരം എവിടെയാണോ അതിനെയാണ് അധികരൺ കാരക്. സംബോധൻ കാരക്, ആരെങ്കിലും വിളിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് സംബോധൻ കാരക്. ഹേ അരേ എന്ന്. കാരക് പ്രത്യയ്, വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി 8 എണ്ണം ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നേ, കോ, സേ, മേ, പർ, കാ, കേ, കി. അതിന് നേക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. അത് ക്രിയയുടെ ഭൂതകാല രൂപത്തിൽ സകർമ്മ ക്രിയ വരുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ക്രിയയുടെ ഭൂതകാല രൂപത്തിൽ സകർമ്മ ക്രിയ വരുമ്പോൾ നേ പ്രത്യയം നമ്മൾ ഉപയോഗിക്കും. കർത്താവിനോട് കൂടി നേ പ്രത്യയം ഉപയോഗിക്കും. രാം ने किताब पढ़ी, മീൻ ने फल खाया. അടുത്തതായി കോ. കോയുടെ അർത്ഥം ഇക്ക്, ന്, നേ, എ. ഇക്ക്, ഈ പഴം സീതയ്ക്ക് കൊടുക്കൂ. യേ ഫൽ സീതാക്കോ ദോ. ഈ പഴം ഗോപാലിന് കൊടുക്കൂ. യേ ഫൽ ഗോപാൽക്കോ ദോ. ഗോപാലിനെ വിളിക്കൂ. ഗോപാൽക്കോ ബുലാവോ. സീതയെ വിളിക്കൂ. സീതാക്കോ ബുലാവോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നത്. അടുത്തതായി സേ. സേയ്ക്ക് 6 അർത്ഥങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കൊണ്ട്, നിന്ന്, കാൾ, മുതൽ, ആൽ, ഓട്. ഞാൻ പേന കൊണ്ടെഴുതുന്നു. മേ കലം സെ ലിഖ്താഹും. നിന്ന്, ഇന്നലെ ഞങ്ങൾ മുംബൈയിൽ നിന്ന് വന്നു. ഹം കൽ മുംബൈ സെ ആയേ. ഹം കൽ മുംബൈ സെ ആയേ. കാൾ, അവൻ എന്നേക്കാൾ വലുതാണ്. വോ മുജ്സെ ബഡാ ഹേ. മുതൽ, ഞാൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. മേ കൽ സെ യഹാ ഹും. ആൽ, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. രാം സെ രാവൺ മാരാ ഗയ. ഓട്, ഞാൻ അമ്മയോട് സംസാരിച്ചു. മേ അപ്പി മാ സെ ബോല. സേയുടെ 6 അർത്ഥങ്ങളുമായി. മേം. മേമിൻ്റെ അർത്ഥം ഇൽ അല്ലെങ്കിൽ അകത്ത്. കലം മേം സ്യാഹി ഹേ. പേനയിൽ മഷിയുണ്ട്. പർ, മേൽ, പുറത്ത്. മേശപ്പുറത്ത് പുസ്തകമുണ്ട്. മേസ് പർ കിതാബ് ഹേ. ഇനി അടുത്തതായി വരുന്നത് കാ, കേ, കി. ഇതിന് 3നും ഒരേ അർത്ഥങ്ങളാണ്. ഇൻ്റെ, ഉടെ, ഉള്ള, ലെ. ഗോപാലിൻ്റെ മകൻ. ഗോപാൽ കാ ബേട്ട. രമയുടെ മകൾ. രമാ കി ബേട്ടി. എനിക്കുള്ള പുസ്തകം. മേരി പുസ്തക്. കേരളത്തിലെ ജനങ്ങൾ. കേരൾ കെ ലോക്. ഇതിന് 3നും ഒരേ അർത്ഥമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. കാ വരുമ്പോൾ കായ്ക്ക് ശേഷം വരുന്ന നാമം എപ്പോഴും പുല്ലിംഗം ഏകവചനമായിരിക്കും. കാ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന നാമം എപ്പോഴും പുല്ലിംഗം ഏകവചനമായിരിക്കും. രാം കാ ലഡ്ക, രമാ കാ ലഡ്ക. അപ്പം ലഡ്ക അനുസരിച്ചാണ് നമ്മൾ കാ ഉപയോഗിക്കുക. അവിടെ തൊട്ടടുത്ത് വരുന്ന നാമത്തിനനുസരിച്ച് പുല്ലിംഗം ഏകവചനമായതുകൊണ്ട് നമ്മൾ കാ ഉപയോഗിക്കും. കെ വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന നാമം പുല്ലിംഗം ബഹുവചനമോ അല്ലെങ്കിൽ ആദരസൂചകമായ ശബ്ദമോ ആയിരിക്കും. കെ വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന നാമം പുല്ലിംഗം ബഹുവചനമോ അല്ലെങ്കിൽ ആദരസൂചകമായ ശബ്ദമോ ആയിരിക്കും. രാം കെ പിതാജി.
പിതാജി ആദരസൂചകമായ ശബ്ദമാണ്. രാം കെ ബേട്ടെ ആൺമക്കൾ. ഇവിടെ ബേട്ടെ അനുസരിച്ചാണ് കെ വന്നത്. പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് കെ വന്നു. രാം കി ബേട്ടി. കി വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന നാമം സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ അല്ലെങ്കിൽ ആദരസൂചകമോ ആയ ശബ്ദമായിരിക്കും. അതായത് കി വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന നാമം സ്ത്രീലിംഗമായിരിക്കണം എന്നർത്ഥം. ഏകവചനമാകാം, ബഹുവചനമാകാം, ആദരസൂചകമാകാം. രാം കി മാതാജി, രാം കി ബേട്ടി, രാം കി ബേട്ടിയാം. കി വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കി പ്രത്യയം വരുമ്പോൾ തൊട്ടടുത്ത് വരുന്ന നാമം സ്ത്രീലിംഗം ആയിരിക്കണം. ഒരു പ്രത്യേകത കൂടെയുണ്ട്. കായ്ക്ക് ശേഷം വരുന്ന നാമത്തോടുകൂടി മറ്റൊരു വിഭക്തി പ്രത്യയം നമ്മൾ ചേർക്കുകയാണെങ്കിൽ, അതായത് മറ്റൊരു വിഭക്തി പ്രത്യയം വരികയാണെങ്കിൽ, ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു വിഭക്തി പ്രത്യയം വരികയാണെങ്കിൽ ആ കാ എന്നുള്ള പ്രത്യയം കെ ആയിട്ട് മാറും. അതായത് രാം ഖാ ഘർ മേ, രാം കെ ഘർ മേ, രാമൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് രാം കെ ഘർ മേ എന്ന് പറയുന്നു. ഗോപാൽ കാ ലഡ്ക അധികം കോ, ഗോപാൽ കെ ലഡ്കേക്കോ, ഗോപാലിൻ്റെ മകനെ എന്ന് പറയുമ്പോൾ ഗോപാൽ കെ ലഡ്കേക്കോ എന്ന് പറയുന്നു. കായുടെ തൊട്ടടുത്ത് വരുന്ന നാമത്തോടു കൂടി മറ്റേതെങ്കിലും വിഭക്തി പ്രത്യയം വരികയാണെങ്കിൽ കാ എന്നുള്ള പ്രത്യയം കെ ആയിട്ട് മാറും. सर्वनाम संज्ञा के बार बार के प्रयोग को रोकने के लिए उसके स्थान पर जो शब्द हम प्रयोग करते हैं, जो विकारी शब्द हम प्रयोग करते हैं, उसको हम सर्वनाम कहेंगे. संज्ञा के बदले जो शब्द प्रयोग करते हैं उसको सर्वनाम कहेंगे. सर्वनाम 6 प्रकार के होते हैं. पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, प्रश्नवाचक सर्वनाम, संबंधवाचक सर्वनाम और निजवाचक सर्वनाम. 6 प्रकार के होते हैं. सबसे पहला पुरुषवाचक सर्वनाम. जिस सर्वनाम से किसी बोलने वाले, सुनने वाले या जिसके बारे में बोला जाता है उसका बोध कराता है, उसी को हम पुरुषवाचक सर्वनाम कहेंगे. जिस सर्वनाम के द्वारा बोलने वाले, सुनने वाले या जिसके बारे में बोला जाता है उसका बोध होता है, उसे हम पुरुषवाचक सर्वनाम कहेंगे. पुरुषवाचक सर्वनाम के अंतर्गत 3 भेद होते हैं. उत्तम पुरुष सर्वनाम, मध्यम पुरुष सर्वनाम और अन्य पुरुष सर्वनाम. बोलने वाले को सूचित करने वाले सर्वनाम उत्तम पुरुष सर्वनाम है. मैं और हम इसके अंतर्गत आता है. जिसके बारे में सुनने वाले के बारे में बोला जाता है उस सर्वनाम को हम मध्यम पुरुष सर्वनाम कहेंगे. तू, तुम, आप. और जिसके बारे में बोला जाता है उसको सूचित करने वाले सर्वनाम अन्य पुरुष सर्वनाम कहेंगे. वह, यह और वे और ए भी इसके अंतर्गत आएंगे. जिसके बारे में बोलने वाले को सूचित करने वाला उत्तम पुरुष, सुनने वाले को सूचित करने वाला मध्यम पुरुष और जिसके बारे में बोला जाता है उसको सूचित करने वाला अन्य पुरुष. दूसरा सर्वनाम है निश्चयवाचक सर्वनाम. किसी वस्तु की ओर संकेत करता है. जिस सर्वनाम से किसी वस्तु की ओर संकेत करता है उसको हम निश्चयवाचक सर्वनाम कहेंगे. वह कलम है, यह कलम है, वो मेज है. यहाँ पर वह और यह इस वस्तु यानी कलम और किताब की ओर संकेत करता है. तीसरा सर्वनाम है अनिश्चयवाचक सर्वनाम. जिस सर्वनाम से किसी वस्तु या व्यक्ति का निश्चित बोध यानी निश्चित ज्ञान न होता है उसे हम अनिश्चयवाचक सर्वनाम कहेंगे. जैसे कोई आ रहा है, हमें यहाँ पर कुछ मालूम नहीं है कौन आ रहा है, इसलिए हम कोई का प्रयोग करेंगे. यानी उस सर्वनाम यानी उस व्यक्ति का बोध हमें नहीं है, इसीलिए वहाँ पर कोई का प्रयोग किया है, उसे हम अनिश्चयवाचक सर्वनाम कहेंगे. और 14 है प्रश्नवाचक सर्वनाम. जिस सर्वनाम से प्रश्न का बोध होता है उसे हम प्रश्नवाचक सर्वनाम कहेंगे. ये कौन है, यहाँ पर कौन, क्या, ये दोनों प्रश्नवाचक सर्वनाम है. 5वां है संबंधवाचक सर्वनाम. एक शब्द का दूसरे शब्द के साथ संबंध जोड़ा जाता है, उस सर्वनाम को हम संबंधवाचक सर्वनाम कहेंगे. उस सर्वनाम के अंतर्गत आता है जो. निजवाचक सर्वनाम. जिस सर्वनाम से स्वयं का बोध होता है, ने आप, यहाँ इस सर्वनाम के अंतर्गत आता है आप. हम आप ही करेंगे, यहाँ पर आप स्वयं का बोध कराते हैं, इसी को हम निजवाचक सर्वनाम कहेंगे. നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 6 തരത്തിലുള്ള സർവനാമങ്ങളുണ്ട്. പുരുഷവാചക സർവനാം, നിശ്ചയവാചക സർവനാം, അനിശ്ചയവാചക സർവനാം, പ്രശ്നവാചക സർവനാം, സംബന്ധവാചക സർവനാം, നിജവാചക സർവനാം.
ഇതിൽ പുരുഷവാചക സർവനാമല നമ്മൾ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്ന ആളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ ഒക്കെ അവിടെ പുരുഷവാചക സർവനാമമാണ് പ്രയോഗിക്കുന്നത്. അതിനകത്ത് 3 തരമുണ്ട്: ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. നമ്മൾ സ്വയം സംസാരിക്കുമ്പോൾ അതിന് നമ്മൾ മെയിം ഓർ ഹം ഇത് രണ്ടുമാണ് ഉത്തം പുരുഷനകത്ത് വരുന്നത്. നമ്മൾ സ്വയം സംസാരിക്കും നമ്മളെക്കുറിച്ച്, അപ്പോൾ അത് ഉത്തം പുരുഷ് എന്ന് പറയും. മധ്യം പുരുഷ് എന്ന് വെച്ചാൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, തു, തും, ആപ്, നീ, നിങ്ങൾ, താങ്കൾ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുക അവരെക്കുറിച്ച് പറയുന്ന സർവനാമാണ് മധ്യം പുരുഷ സർവനാമം. അന്യപുരുഷ് എന്ന് വെച്ചാൽ മറ്റൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുക, അവൻ വരുന്നു, അവിടെ അവൻ എന്നുള്ളത് അന്യപുരുഷ സർവനാമമായിട്ട് നമ്മൾ ഉപയോഗിക്കും. രണ്ടാമത്താണ് നിശ്ചയവാചക സർവനാമം. ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. ഇത് പേനയാണ്, അവിടെ ഇത് എന്നുള്ളത് പേനയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. അപ്പം ഇത് എന്നുള്ള വാക്ക് അവിടുത്തെ നിശ്ചയവാചക സർവനാമമായിട്ട് വരുന്നു. അതാണ് വഹ്, യഹ്, വേ, എ. ഈ 4 നിശ്ചയവാചക സർവനാമത്തിനകത്ത് ഉൾപ്പെടുത്തുക. അനിശ്ചയവാചക സർവനാമം അവിടെ നമുക്ക് ഏത് വ്യക്തിയാണോ അല്ലെ ഏത് വസ്തുവിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. അപ്പം നമ്മൾ ആരെങ്കിലും വരുന്നു, എന്തോ വരുന്നു, എന്തോ ചെയ്യുന്നു, ഇതൊക്കെ ഈ വാക്കുകളെ സൂചിപ്പിക്കുന്ന രീതിയിൽ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ അനിശ്ചയവാചക സർവനാമം എന്ന് പറയും. കോയി ആ രഹാ ഹേ, ആരോ വരുന്നു, അവിടെ കോയി ആരോ എന്നുള്ള വാക്ക് അനിശ്ചയവാചക സർവനാമം. കുച്ച് ലോഗ്, കുറച്ചാളുകൾ അത് ചെയ്യുന്നു. അപ്പൊ കുറച്ച് ആളുകൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ആരൊക്കെയാണെന്ന്. അങ്ങനെ കുച്ച് എന്നുള്ള വാക്കും അനിശ്ചയവാചക സർവനാമത്തിന്റെ അകത്ത് പെടും. പ്രശ്നവാചക സർവനാമം ചോദ്യം. ഏത് സർവനാമത്തിൽ നിന്നാണ് നമുക്ക് ചോദ്യം വരുന്നത്, ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രശ്നവാചക സർവനാമം എന്ന് പറയുന്നത്. കോൻ, ക്യാ, ഇത് രണ്ടും പ്രശ്നവാചക സർവനാമന്റെ അകത്ത് ഉൾപ്പെടും. സംബന്ധവാചക സർവനാമം എന്ന് പറയുന്നത് ഒരു വാക്കിനെ മറ്റൊരു വാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ജോ, യാതൊരുത്തൻ, ഈ അർത്ഥത്തിൽ വരുന്നതിന് സംബന്ധവാചക സർവനാമം എന്ന് പറയും. നിജവാചക സർവനാമം എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ ചെയ്യുന്നതിന്. ഹം ആപ് ഹി കരെങ്കെ, അവിടെ ആപ്പ് എന്നുള്ള വാക്കാണ് നിജവാചക സർവനാമം എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വന്തമായി ചെയ്യുന്നു. ആ സ്വന്തമായി എന്ന് അർത്ഥം സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നിജവാചക സർവനാമം എന്ന് പറയുന്നത്. सर्वनाम के साथ प्रत्यय जोड़ने पर सर्वनाम के रूप में कुछ बदलाव आता है. जैसे उत्तम पुरुष सर्वनाम मैं के साथ का प्रत्यय जोड़ने पर मेरा हो जाता है, के प्रत्यय जोड़ने पर मेरे, की प्रत्यय जोड़ने पर मेरी, को प्रत्यय जोड़ने पर मुझको या मुझे, से प्रत्यय जोड़ने पर मुझसे, में प्रत्यय जोड़ने पर मुझ में, पर प्रत्यय जोड़ने पर मुझ पर और ने प्रत्यय जोड़ने पर मैंने. उसी प्रकार हम के साथ का प्रत्यय जोड़ने पर हमारा, के जोड़ने से हमारे, की जोड़ने से हमारी, को जोड़ने से हमको या हमें, से जोड़ने से हमसे, में जोड़ने से हम में, पर जोड़ने से हम पर और ने जोड़ने से हमने. अन्य पुरुष तू के साथ का प्रत्यय जोड़ने से तो तेरा, तू के साथ के जोड़ने से तेरे, की जोड़ने से तेरी, को जोड़ने से तुझको या तुझे, से जोड़ने से तुझसे, में जोड़ने से तुझ में, पर जोड़ने पर तुझ पर और ने जोड़ने से तूने. तुम के साथ का प्रत्यय जोड़ने पर तुम्हारा, के तुम्हारे, की जोड़ने पर तुम्हारी, को जोड़ने पर तुमको तुम्हें, से जोड़ने पर तुमसे, में जोड़ने पर तुम में, पर जोड़ने पर तुम पर और ने जोड़ने पर तुमने. आपके साथ भी का प्रत्यय जोड़ने पर आपका, के आपके, की आपकी, को जोड़ने पर आपको, से जोड़ने पर आपसे, में जोड़ने पर आप में, पर जोड़ने पर आप पर, ने जोड़ने पर आपने. अन्य पुरुष वह उस में बदलता है और उसी के साथ ए प्रत्यय जुड़ता है. जैसे उसका, उसके, उसकी, उसको, उससे, उसमें, उस पर, उसने. और उसको का दूसरा रूप है उसे. यह सर्वनाम इसके रूप में बदलता है और इसके साथ प्रत्यय जोड़ता है. इसका, इसके, इसकी, इससे, इसमें, इस पर, इसने. कौन प्रश्नवाचक सर्वनाम किस के रूप में बदलता है और उसके साथ प्रत्यय जोड़ने पर किसका, किसके, किसकी, किसको यानी किसे, किससे, किसमें, किस पर, किसने. कोई के साथ प्रत्यय जोड़ने पर किसी के रूप में बदलता है और हो जाता है किसी का, किसी के, किसी की, किसी को, किसी से, किसी में, किसी पर, किसी ने. वे अन्य पुरुष सर्वनाम के साथ प्रत्यय जोड़ने पर उनका, उनके, उनकी, उनको या उन्हें, उनसे, उनमें, उन पर, उन्होंने.
ए के साथ प्रत्यय जोड़ने पर ए सर्वनाम इन के रूप में बदलता है और प्रत्यय लगाने पर इनका, इनके, इनकी, इनको या इन्हें, इनसे, इनमें, इन पर, इन्होंने रूप लेता है। कौन प्रश्नवाचक सर्वनाम बहुवचन रूप के साथ प्रत्यय जुड़ने पर किन के रूप में बदलता है और उनके साथ रूप परिवर्तन ऐसा होता है किनका, किनके, किनकी, किनको, किनसे, किनमें, किन पर, किन्होंने। कोई बहुवचन के साथ प्रत्यय जोड़ने पर किन्हीं रूप में परिवर्तन होता है, जैसे किनीम का, किनीम के, किनीम की, किनीम को, किनीम से, किन्हीं में, किन्हीं पर और किन्हीं ने। जो जिस के रूप में परिवर्तन होता है और प्रत्यय जोड़ने पर उसका रूप परिवर्तन होता है जिसका, जिसके, जिसकी, जिसको यानी जिसे, जिससे, जिसमें, जिस पर, जिन्हों, जिसने। जो बहुवचन शब्द का परिवर्तन होता है जिन के रूप में, जैसे जिनका, जिनके, जिनकी, जिनको, जिनसे, जिनमें, जिन पर, जिन्होंने। और जिनका का दूसरा रूप है जिन्हें। विकारी शब्द का दूसरा भेद है विशेषण। संज्ञा हमने पढ़ा है, दूसरा भेद है विशेषण। विशेषण वो विकारी शब्द है जिससे संज्ञा की विशेषता, गुण, धर्म आदि का बोध होता है। विशेषण से संज्ञा की विशेषता, गुण, धर्म आदि का बोध होता है। जैसे हम लड़का संज्ञा है, यहाँ पर लड़का, लड़के की विशेषता बताता है अच्छा शब्द, तो यहाँ पर अच्छा विशेषण होता है। और इस लड़के को हम विशेष कहेंगे। जिस शब्द की विशेषता हम बताते हैं यानी जिस संज्ञा की विशेषता हम बताते हैं उसी को हम विशेष कहेंगे। विशेषण के 4 भेद होते हैं। गुणवाचक विशेषण, संख्यावाचक विशेषण, परिमाणवाचक विशेषण, सार्वनामिक विशेषण। गुणवाचक विशेषण से किसी संज्ञा या सर्वनाम के गुण के बारे में गुण का बोध होता है, उसे हम गुणवाचक विशेषण कहेंगे। यहाँ पर फूल संज्ञा, इसके गुण बताते हैं सफ़ेद शब्द से, तो सफ़ेद गुणवाचक विशेषण है। सुंदर घर, यहाँ पर घर की विशेषता बताता है सुंदर शब्द से, तो सुंदर गुणवाचक विशेषण है। संख्यावाचक विशेषण, इस विशेषण के द्वारा संज्ञा या सर्वनाम की संख्या का बोध हमें होता है। संज्ञा या सर्वनाम की संख्या का बोध हमें होता है। कक्षा, पहली कक्षा। पुस्तकें, कितने पुस्तकें हैं? 4 पुस्तकें हैं, तो यहाँ पर 4 संख्यावाचक विशेषण है। तीसरा है परिमाणवाचक विशेषण। यहाँ पर इस विशेषण के द्वारा किसी संज्ञा या सर्वनाम के नाप तोल का बोध होता है हमें। जैसे थोड़ा पानी, थोड़ा शब्द यहाँ पर परिमाणवाचक विशेषण है। 4 सेर दूध, 4 सेर यहाँ पर परिमाणवाचक विशेषण है। 14 है सार्वनामिक विशेषण। इस विशेषण के द्वारा किसी संज्ञा या सर्वनाम की ओर संकेत करता है। यानी सार्वनामिक विशेषण किसी संज्ञा या सर्वनाम के संकेत करता है, यानी उसके निर्देश बताता है। वह आदमी सो रहा है, यहाँ पर वो आदमी का निर्देश करते हुए वो शब्द जोड़ा जाता है, इसीलिए इसको सार्वनामिक विशेषण कहेंगे। വിശേഷൻ ഏതെങ്കിലും നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ വിശേഷിപ്പിക്കുന്ന രൂപത്തെ വിശേഷൻ എന്ന് പറയുന്നു. ഇവിടെ ലഡ്ക എന്നുള്ള നാമം, ആ ലഡ്ക എന്നുള്ള നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അച്ഛ എന്നുള്ള വാക്ക്. അതുകൊണ്ട് ഇതിനെ വിശേഷൻ എന്ന് വിളിക്കുന്നു. 4 തരത്തിലുള്ള വിശേഷണമുണ്ട് ഹിന്ദിയിൽ. ഗുൺവാചക് വിശേഷൻ, സംഖ്യാവാചക് വിശേഷൻ, പരിമാൺവാചക് വിശേഷൻ, സാർവനാമിക് വിശേഷൻ. ഗുണവാചക് വിശേഷൻ ഒരു പ്രത്യേക നാമത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നതാണ്. ഫൂൽ, സഫേദ് ഫൂൽ, അവിടെ സഫേദ് എന്നുള്ളത് ഫൂലിനെ വിശേഷിപ്പിച്ച് ഫൂലിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് സഫേദ്, വെളുത്ത പൂവ്, സഫേദ് എന്നുള്ള വിശേഷണം ഗുൺവാചക് വിശേഷണിൽ പെടും. സുന്ദർ ഘർ, ഘർ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നതാണ് സുന്ദർ. സുന്ദർ എന്നുള്ളത് ഗുൺവാചക് വിശേഷൻ. സംഖ്യാവാചക് വിശേഷണിലൂടെ ഏതെങ്കിലും ഒരു നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ കൃത്യം സംഖ്യയെക്കുറിച്ച് പറയുന്നതാണ്. 4 പുസ്തകേ, 4 പുസ്തകങ്ങൾ, പെഹലി കക്ഷ, ആദ്യത്തെ ക്ലാസ്. അപ്പം ഇതൊക്കെ ഇത് സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ സംഖ്യാവാചക് വിശേഷൻ എന്ന് വിളിക്കും. പരിമാൺവാചക് വിശേഷൻ ഏതിൻ്റെങ്കിലും അളവിനെ സൂചിപ്പിക്കുന്നതാണ്. തോട പാനി, കുറച്ച് വെള്ളം. 4 സേർ ദൂത്, 4 ലിറ്റർ പാല്.
അപ്പോൾ ഇതൊക്കെ അളവിനെ, പാനി ദൂതിൻ്റെയൊക്കെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് തോട ഛാർത്തേർ. അതുകൊണ്ട് ഇതിനെ പരിമാൺവാചക് വിശേഷണം എന്ന് പറയും. അടുത്തത് സാർവനാമിക് വിശേഷൻ. അത് ഏതെങ്കിലും ഒരു നാമത്തെ അല്ലെങ്കിൽ സർവനാമത്തെ ചൂണ്ടിക്കാണിക്കുന്ന. വഹ് ആത്മീ സോ രഹാ ഹെ, ആ മനുഷ്യൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വഹ് എന്നുള്ള വാക്കിനെ നമ്മൾ സാർവനാമിക് വിശേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പറയും. क्रिया, जिस विकारी शब्द से व्यापार के होने या करने का बोध होता है उसे हम क्रिया कहेंगे. हम दौड़ते हैं, यहाँ पर दौड़ क्रिया है. वे सुनते हैं, सुन क्रिया शब्द है. क्रिया का सामान्य रूप है उसका धातु. क्रिया के सामान्य रूप को हम धातु, क्रिया धातु कहेंगे. उस धातु आधारभूत तत्व है, क्रिया का आधारभूत तत्व है क्रिया धातु. उसके साथ प्रत्यय जोड़ने से वो उसका अर्थ बदलता है, उसका रूप बदलता है. जैसे कर, करता है, किया आदि में बदलता है. कर्म के कारण क्रिया के 3 भेद होते हैं, सकर्मक, द्विकर्मक, अकर्मक. जिस क्रिया का फल कर्म पर पड़ता है, कर्ता पर नहीं कर्म पर पड़ता है, उसे हम सकर्मक क्रिया कहेंगे. उदाहरण के लिए खा, मैं खाना खाता हूँ, मैं खाना खाता हूँ. यहाँ पर खा क्रिया का फल खाना पर पड़ता है, इसलिए खा क्रिया सकर्मक कहेंगे हम. दूसरा है द्विकर्मक क्रिया, जहाँ पर 2 कर्म होते हैं. जिस क्रिया के लिए 2 कर्म होते हैं उसे हम द्विकर्मक कहेंगे. जैसे मैंने बूढ़ी को छतरी दी, यहाँ पर बूढ़ी को पहला कर्म है, छतरी दूसरा कर्म है, इसलिए इसको हम द्विकर्मक क्रिया, यहाँ पर दी शब्द यानी देना द्विकर्मक क्रिया में कहेंगे. अकर्मक क्रिया, क्रिया का फल कर्ता पर पड़ता है. जिस क्रिया का फल कर्ता पर पड़ता है उसे हम अकर्मक क्रिया कहेंगे. उदाहरण के लिए मैं स्कूल जाता हूँ, यहाँ पर जा क्रिया अकर्मक होता है. इस क्रिया को पहचानने के लिए हम एक सरल रीति है, यानी क्रिया के साथ क्या या किसे शब्द, किसे प्रश्न पूछने पर जो क्रिया उत्तर देता है उसे हम सकर्मक क्रिया कहेंगे. मैंने खाना खाया, जैसे मैंने पहले कहा मैंने खाना खाया, क्या खाया, खाना खाया. मैंने बूढ़ी को छतरी दी, क्या दी, छतरी दी. किसको दी, बूढ़ी को दी. यहाँ पर क्रिया ने उत्तर दिया है, इसलिए हम उसको सकर्मक क्रिया है कहेंगे. लेकिन मैं बेंच पर बैठा, मैं बेंच पर बैठा, यहाँ पर बैठ क्रिया से क्या या किसे प्रश्न पूछने पर वहाँ कोई उत्तर हमें नहीं मिलेगा, इसलिए हम उसे अकर्मक क्रिया के अंतर्गत कहेंगे. ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് ആ വാക്കുകളെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെ ക്രിയ എന്ന് പറയും. ഹിന്ദിയിൽ ക്രിയാധാതു, മലയാളത്തിലെ പോലെ തന്നെ ക്രിയാധാതു, ക്രിയയുടെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നതാണ് ക്രിയാധാതു. പഠിക്കുക, വായിക്കുക അതുപോലുള്ള ക്രിയാരൂപങ്ങളെയാണ് ക്രിയാധാതു എന്ന് പറയുക. ഹിന്ദിയിൽ കർ, പഠ് എന്നൊക്കെ പറയും. കർമ്മത്തെ അടിസ്ഥാനമാക്കി ക്രിയയ്ക്ക് 3 ഭേദങ്ങൾ പറയുന്നുണ്ട്. സകർമ്മക ക്രിയ, ദ്വികർമ്മക ക്രിയ, അകർമ്മക ക്രിയ. സകർമ്മക ക്രിയ ക്രിയയുടെ ഫലം കർമ്മത്തിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയും. കഴിച്ചു, പഠിച്ചു എന്നൊക്കെ ഉള്ള വാക്കുകൾ ഖ, പഠ് എന്നൊക്കെ ഹിന്ദി. ദ്വികർമ്മ ക്രിയ എന്ന് വെച്ചാൽ എവിടെയാണോ 2 കർമ്മങ്ങളുള്ളത് അവിടെ നമ്മൾ ദ്വികർമ്മ ക്രിയ എന്ന് പറയും. മേനെ ബൂഢിക്കോ ഛത്രി ദി, അവിടെ ബൂഢിക്കോ ഛത്രി, ഇത് 2 കർമ്മങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ദ്വികർമ്മ ക്രിയ. ദി എന്നുള്ള വാക്കിനെ ദേന എന്നുള്ള ക്രിയാരൂപമാണ് ദി എന്നുള്ളത്. ആ ദി എന്നുള്ള വാക്കിനെ നമ്മൾ ദ്വികർമ്മ ക്രിയ എന്ന് പറയും. അകർമ്മ ക്രിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം, അതായത് അതിൻ്റെ അടിസ്ഥാനം പറയുന്നത് കർത്താവിലായിരിക്കും. അങ്ങനെയുള്ള ക്രിയകളെ അകർമ്മ ക്രിയ എന്ന് പറയും. പോവുക, വരിക ഇങ്ങനെയൊക്കെയുള്ള ക്രിയകൾ അകർമ്മ ക്രിയ. ജാ, ബൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള ക്രിയകൾ അകർമ്മ ക്രിയയ്ക്ക് അകത്ത് ഉൾപ്പെടുത്താം. സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്നിവ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ക്യാ, കിസെ എന്ന ചോദ്യം ക്രിയയോടുകൂടി ചോദിക്കുകയാണെങ്കിൽ, അത് ഉത്തരം നൽകുകയാണെങ്കിൽ അത് സകർമ്മക ക്രിയ എന്ന് നമുക്ക് പറയാം. ക്യാ, കിസെ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം ക്രിയയോട് ചോദിക്കുമ്പോൾ അത് ക്രിയ ഉത്തരം നൽകുകയാണെങ്കിൽ അതിനെ നമുക്ക് സകർമ്മക ക്രിയ എന്ന് പറയാം. എന്ത് പഠിച്ചു, പുസ്തകം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ അവിടെ പഠിച്ചു എന്നുള്ള വാക്ക് സകർമ്മക ക്രിയക്കകത്ത് ഉൾപ്പെടുത്താം. പഠ് എന്നുള്ള ക്രിയ. ഉത്തരം നൽകാത്ത ക്രിയകളെ നമുക്ക് അകർമ്മക ക്രിയക്കകത്ത് ഉൾപ്പെടുത്താം. ഞാൻ സ്കൂളിൽ പോയി,
ആ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ല ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നൽകാത്ത ക്രിയയാണ് പോയി എന്നുള്ള ക്രിയ. അതുകൊണ്ട് അതിനെ നമുക്ക് അകർമ്മക ക്രിയക്കകത്ത് ഉൾപ്പെടുത്താം. ദ്വികർമ്മക ക്രിയ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ, ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് ദ്വികർമ്മ ക്രിയ. क्रिया का और एक रूप है प्रेरणार्थक क्रिया. कर्ता के कार्य को स्वयं न करके किसी दूसरे से करवाते हैं. प्रेरणार्थक क्रिया कर्ता के कार्य को स्वयं न करके किसी दूसरे से करवाते हैं. अकर्मक और सकर्मक से दो प्रकार की प्रेरणार्थक क्रियाएं होती है. पहली प्रेरणार्थक और दूसरी प्रेरणार्थक. अकर्मक निकलना अकर्मक शब्द है, उसका पहली प्रेरणार्थक क्रिया है निकालना, दूसरी प्रेरणार्थक निकलवाना. रोना अकर्मक क्रिया है, पहली प्रेरणार्थक रुलाना और दूसरी प्रेरणार्थक रुलवाना. सकर्मक क्रिया करना सकर्मक क्रिया है, उसकी पहली प्रेरणार्थक है कराना, दूसरी प्रेरणार्थक करवाना. खाना सकर्मक क्रिया है, खिलाना पहली प्रेरणार्थक, खिलवाना दूसरी प्रेरणार्थक. से मैं खाना खाता हूँ, यहाँ पर मैं स्वयं खाना खाता हूँ. माँ बच्चे को खाना खिलाती है, माँ बच्चे को खाना खिलाती है, वहाँ पर माँ बच्चे को खाने के लिए प्रेरणा देती है, इसलिए पहली प्रेरणार्थक. खिलवाना माँ नौकरानी से बच्चे को खाना खिलवाती है, वहाँ पर माँ नौकरानी से बच्चे को खाना खिलवाती है, इसलिए दूसरी प्रेरणार्थक. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, സ്വയം ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുക. അല്ല അകർമ്മക ക്രിയയിൽ നിന്നും സകർമ്മക ക്രിയയിൽ നിന്നും രണ്ട് തരത്തിലുള്ള പ്രേരണാർത്ഥ ക്രിയകൾ ഉണ്ടാകുന്നുണ്ട്. പഹലി പ്രേരണാർത്ഥക്, ദൂസരി പ്രേരണാർത്ഥക്. ഇവിടെ ഉദാഹരണത്തിന് നിക്കൽന, റോന, ഇത് രണ്ടും അകർമ്മക ക്രിയകളാണ്. ഇതിൽ നിന്നും പഹലി പ്രേരണാർത്ഥക് ആദ്യത്തെ പ്രേരണാർത്ഥ ക്രിയ നിക്കാൽന, രണ്ടാമത്തെ പ്രേരണാർത്ഥ ക്രിയ നിക്കൽവാന. रोना अगर्मक क्रिया, रुलाना पहली प्रेरणार्थक, रुलवाना दूसरी प्रेरणार्थक. सगर्मक क्रिया करना सगर्मक क्रिया, कराना पहली प्रेरणार्थक, करवाना दूसरी प्रेरणार्थक. खाना सगर्मक क्रिया, खिलाना पहली प्रेरणार्थक, खिलवाना दूसरी प्रेरणार्थक. खाना അത് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഖാന मैं खाना खाता हूँ, ഞാൻ ആഹാരം കഴിക്കുന്നു, സ്വയം ആഹാരം കഴിക്കുന്നു. खिलाना माँ बच्चे को खाना खिलाती है, അമ്മ കുട്ടിയെ ആഹാരം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. दूसरी प्रेरणार्थक खिलवाना माँ नौकरानी से बच्चे को खाना खिलवाती है, വേലക്കാരിയുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് ആഹാരം കൊടുപ്പിക്കുന്നു. दूसरी प्रेरणार्थक. नाम धातु, नाम धातु क्रिया को जोड़कर अन्य शब्दों से जो धातु बनती है उसे हम नाम धातु कहेंगे. यानी लाज शब्द से लजाना, साज शब्द से सजाना, यह क्रिया नहीं है, लेकिन इस शब्द से लजाना शब्द क्रिया रूप बन गया है, क्रिया धातु बन गया है. संयुक्त क्रिया दो या अधिक क्रियाओं के योग को हम संयुक्त क्रिया कहेंगे. यहाँ पर उदाहरण देखिए, मृतक को कोई डॉक्टर भी नहीं जिला देगी. यहाँ जिलाना एक क्रिया है, देना एक क्रिया है, और दो क्रियाओं के मेल से एक क्रिया बनती है, जिला देगी, उसे हम संयुक्त क्रिया कहेंगे. നാം ധാതു ക്രിയയിൽ നിന്നല്ലാതെ മറ്റു വാക്കുകളിൽ നിന്ന്, നാമം, സർവനാമം ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്നൊക്കെ, നാമം മുതലായ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ക്രിയയെ ഉണ്ടാക്കുന്നതിനാണ് നാം ധാതു ക്രിയ എന്ന് പറയുന്നത്. ലാജ് ലജാന, ലജ്ജ ലജ്ജിക്കുക. സാജ് സജാന, സാജ് അലങ്കാരം, സജാന അലങ്കരിക്കുക. ഇങ്ങനെ മറ്റു വാക്കുകളിൽ നിന്നും ക്രിയ ഉണ്ടാക്കുന്നതിന് നാം ധാതു, ക്രിയ ഉണ്ടാക്കുന്ന ആ രൂപത്തെ നാം ധാതു എന്ന് പറയും. സംയുക്ത ക്രിയ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രിയകളുടെ കൂടിച്ചേരലിനെ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്രിയകൾ, ഒരു ക്രിയയ്ക്ക് കുറച്ച് ബലം കൊടുക്കാൻ വേണ്ടി മറ്റൊരു ക്രിയയും കൂടി കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന ഒന്നോ രണ്ടോ ക്രിയകളുടെയാണ് നമ്മൾ സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. മൃതക്കോ കോയി ഡോക്ടർ ബി നഹി ജിലാദേക, അവിടെ ജിലാദേക എന്നുള്ളത് സംയുക്ത ക്രിയയായിട്ട് നമുക്ക് കണക്കാക്കാം. സഹായക ക്രിയ മുഖ്യ ക്രിയ के साथ उसको अधिक बल देने के लिए या उसके अर्थ में कुछ विशेषता लाने के लिए हम जिस क्रिया का प्रयोग करते हैं उसे हम सहायक क्रिया कहेंगे. मुख्य क्रिया को बल देने के लिए या उसके अर्थ में कुछ विशेषता लाने के लिए जिस क्रिया का प्रयोग करता है उसे हम सहायक क्रिया कहेंगे. शक्तिबोधक सहायक क्रिया, मुख्य क्रिया धातु के साथ सक जोड़ने से शक्तिबोधक सहायक क्रिया बन जाती है. क्रिया को कुछ प्रेरणा मिलती है, सीधा गा सकती है. यहाँ पर
सक जोड़ने पर हमें कर्ता या इस क्रिया के साथ कोई भी प्रत्यय नहीं जोड़ना है। सक जोड़ने से इस कर्ता या क्रिया के साथ कोई भी प्रत्यय नहीं जोड़ना चाहिए। दूसरा है समाप्ति बोधक सहायक क्रिया, उसका शब्द है चुक। चुक शब्द मुख्य क्रिया धातु के साथ चुक शब्द जोड़ने से समाप्ति बोधक सहायक क्रिया बन जाती है। मैं काम कर चुका, हम कर मुख्य धातु है, चुका सहायक क्रिया। यहाँ पर भी चुक शब्द के चुक सहायक क्रिया के प्रयोग करते समय हमें कर्ता और क्रिया के साथ कोई भी प्रत्यय नहीं जोड़ना चाहिए, इसका ध्यान रहना चाहिए। सक और चुक दोनों सहायक क्रिया के आने पर कर्ता या क्रिया के साथ कोई भी प्रत्यय नहीं जोड़ना चाहिए। तीसरा है आरंभ बोधक सहायक क्रिया, उसका शब्द है लग। लग सहायक क्रिया हमें आरंभ का बोध कराते हैं। हम पढ़ने लगा मुख्य क्रिया धातु के साथ जब लग जोड़ता है तब हमें ने का प्रयोग भी करना चाहिए। मुख्य क्रिया धातु के साथ ने का प्रयोग भी करना चाहिए। अनुमति बोधक सहायक क्रिया, अनुमति बोधक सहायक क्रिया जिस सहायक क्रिया से अनुमति का बोध होता है उसे हम अनुमति बोधक सहायक क्रिया कहेंगे। पिताजी ने मुझे जाने दिया, वहाँ पिताजी ने मुझे जाने की अनुमति दी, इसलिए दिया शब्द अनुमति बोधक सहायक क्रिया है। वहाँ पर भी हमें मुख्य क्रिया के साथ ने जोड़ना चाहिए। आरंभ बोधक सहायक क्रिया लग और अनुमति बोधक सहायक क्रिया दे, ये दोनों आने पर इन दोनों के साथ मुख्य क्रिया के साथ ने जोड़ना चाहिए। अनिवार्य बोधक सहायक क्रिया, जो सहायक क्रिया हमें अनिवार्यता का बोध देते हैं उसे अनिवार्य बोधक सहायक क्रिया कहते हैं। इसका सहायक क्रिया है पटना, क्रिया शब्द है पटना। जब पटना सहायक क्रिया मुख्य क्रिया धातु के साथ जोड़ता है तब कर्ता के साथ को और क्रिया के साथ कर्म के अनुसार ना, ने या नी जोड़ना चाहिए। अनिवार्य बोधक सहायक क्रिया पटना हम मुख्य धातु के साथ प्रयोग करते हैं तब कर्ता के साथ को और क्रिया के साथ ना, ने या नी जोड़ना चाहिए कर्म के अनुसार। आवश्यकता बोधक सहायक क्रिया चाहिए, जिस सहायक क्रिया से आवश्यकता की सूचना यानी आवश्यकता का बोध करा देते हैं उसे हम आवश्यकता बोधक सहायक क्रिया कहेंगे। उसका शब्द है चाहिए। चाहिए के आने पर भी हमें कर्ता के साथ को जोड़ना चाहिए और कर्म के अनुसार क्रिया के साथ ना, ने या नी जोड़ना चाहिए। उनको एक आम खाना चाहिए, वहाँ पर कर्ता के साथ को जोड़ा गया है उनको, वे प्लस को उनको, और कर्म क्रिया के साथ ना, एक आम के अनुसार ना जोड़ा है। उनको कई आम खाने चाहिए, उसी तरह हम कहेंगे उनको एक रोटी खानी चाहिए। यहाँ पर खाना, खाने, खानी, एक आम खाना, कई आम खाने और एक रोटी खानी। नित्यता बोधक क्रिया, यहाँ पर नित्यता यानी रोज के काम का बोध होता है। उसका क्रिया रूप है कर। मैं चाय पिया करता हूँ। कर क्रिया के सामान्य भूतकाल पुल्लिंग रूप के साथ जोड़ता है। ഒരു പ്രധാനപ്പെട്ട ക്രിയയ്ക്ക് കുറച്ചുകൂടി ബലം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അർത്ഥത്തിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സഹായക്രിയ. അതിൽ ആദ്യത്തെ ശക്തിബോധക സഹായക്രിയ, കുറച്ച് ബലം കൊടുക്കുന്നത്, ക്രിയയ്ക്ക് കുറച്ച് ബലം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശക്തിബോധക സഹായക്രിയ. അതിൻ്റെ ക്രിയാരൂപമാണ് സഖ്, സഹായക്രിയാരൂപമാണ് സഖ്. അവിടെ സീത ഗാ സക്തി ഹേ, സീതയ്ക്ക് പാടാൻ സാധിക്കും. സമാപ്തി ബോധക സഹായക്രിയ ചുക്, മേ കാം കർ ചുക്ക. അവിടെ അവസാനിപ്പിക്കുക എന്നുള്ള സൂചന കൊടുക്കുന്ന സഹായക്രിയയാണ് ചുക്ക് എന്നുള്ളത്. മേ കാം കർ ചുക്ക, ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞു. ഈ ശക്തിബോധക സഹായക്രിയയും സമാപ്തിബോധക സഹായക്രിയയും ഇവ രണ്ടും വരുമ്പോൾ, അതായത് സക്കും ചുക്കും വരുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടിയോ അല്ലെങ്കിൽ ക്രിയയോട് കൂടിയോ മറ്റൊരു പ്രത്യയവും ചേർക്കാൻ പാടില്ല. അടുത്തായി ആരംഭബോധക സഹായക്രിയ, തുടങ്ങുക എന്ന സൂചന നൽകുന്ന സഹായക്രിയയാണ് ആരംഭബോധക സഹായക്രിയ. അതിൻ്റെ ഒരു ക്രിയാരൂപമാണ് ലഗ്. ലഗ് എന്നുള്ള സഹായക്രിയയാണ് നമ്മളവിടെ ആരംഭബോധക സഹായക്രിയയ്ക്ക് ചേർക്കുന്നത്. പ്രധാനപ്പെട്ട ക്രിയയോടുകൂടി ലഗ് ചേർക്കുമ്പോൾ മുഖ്യ ക്രിയയോടൊപ്പം നമ്മൾ നെ എന്നുള്ള പ്രത്യയം ചേർത്തിരിക്കണം. അടുത്തതായി അനുമതി ബോധക സഹായക്രിയ.
അവിടെ ദേ എന്നുള്ളതാണ് അനുമതിബോധക സഹായക്രിയയെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിതാജീനെ മുझे ജാനേ ദിയ. അപ്പോൾ അച്ഛൻ എന്നെ പോകാൻ അനുവദിച്ചു, അനുവാദം നൽകുന്നതാണ്. അനുമതിബോധക സഹായക്രിയ എന്ന് പറയുന്നത് അനുവാദം നൽകുന്ന ക്രിയയാണ്. പിതാജീനെ മുझे ജാനേ ദിയ, അവിടെയും പ്രധാനപ്പെട്ട ക്രിയയോട്, അതായത് മുഖ്യ ക്രിയയോടുകൂടി നമ്മൾ നേ എന്ന പ്രത്യയം ചേർത്തിരിക്കണം. അപ്പോൾ അതായത് ആരംഭബോധക സഹായക്രിയയും അനുമതിബോധക സഹായക്രിയയും ഇവ രണ്ടും വരുമ്പോൾ, അതായത് ലഗ് എന്നുള്ള ക്രിയയും ലഗ് എന്നുള്ള സഹായക്രിയയും ദേ എന്നുള്ള സഹായക്രിയയും വരുമ്പോൾ നേ എന്ന പ്രത്യയം മുഖ്യക്രിയയോടൊപ്പം ചേർത്തിരിക്കണം. അടുത്തത് അനിവാര്യ ബോധക സഹായക്രിയ. നമ്മൾക്ക് എന്തെങ്കിലും നിർബന്ധമായിട്ട് ചെയ്തേണ്ടി വരുമ്പോൾ അത് ചെയ്തേ മതിയാകൂ എന്നുള്ള ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് അനിവാര്യ ബോധക സഹായക്രിയ. അതിൻ്റെ ക്രിയാരൂപമാണ് പട്ന. സഹായക്രിയാരൂപമാണ് പട്ന. ഉസ്കോ ഗാന പട, അവന് പാടേണ്ടി വന്നു. ഈ പട എന്നുള്ള സഹായക്രിയ വരുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടി കോ പ്രത്യയം ചേർക്കണം. അതോടൊപ്പം തന്നെ ക്രിയയോടൊപ്പം നാ നേ അല്ലെങ്കിൽ നീ പ്രത്യയം, കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് നാ നേ അല്ലെങ്കിൽ നീ പ്രത്യയം ചേർത്തിരിക്കണം. അടുത്തത് ആവശ്യകതാബോധക സഹായക്രിയ. നമ്മുടെ ആവശ്യത്തെ സൂചിപ്പിക്കുന്ന, വേണം, എനിക്കത് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ആവശ്യകതാബോധക സഹായക്രിയ. ആ സഹായക്രിയ ചാഹിയേ. ആ ചാഹിയെ വരുമ്പോഴും നമ്മൾ കർത്താവിനോടുകൂടി കോയും ക്രിയയോടുകൂടി, പ്രധാനപ്പെട്ട ക്രിയയോടുകൂടി നാ നേ അല്ലെങ്കിൽ നീ പ്രത്യയം ചേർത്തിരിക്കണം. കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് നാ നേ അല്ലെങ്കിൽ നീ ചേർത്തിരിക്കണം. ഉൻകോ ഏ ഖാം ഖാനാ ചാഹിയേ, അവർക്കൊരു മാങ്ങ കഴിക്കണം. നമ്മുടെ ആവശ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏക് ആം പുല്ലിംഗ് ഏകോചനമുണ്ട് ഖാന. ഉൻകോ കൈ ആം ഖാനേ ചാഹിയേ, കൈ ആം ഒരുപാട് മാങ്ങകൾ, അതുകൊണ്ട് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് ഖാനേ. ഉൻകോ ഏക് റോട്ടി ഖാനി ചാഹിയേ, ഒരു റൊട്ടി, സ്ത്രീലിംഗമായതുകൊണ്ട് ഖാനി ചേർത്തു. അപ്പം ചാഹിയെ വരുമ്പോഴും പട് വരുമ്പോഴും നമ്മൾ കർത്താവിനോടുകൂടി കോപ്രത്യയം ചേർക്കണം. ക്രിയയോടുകൂടി കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് നാ നേ അല്ലെങ്കിൽ നീ ചേർത്തിരിക്കണം. അടുത്തത് നിത്യതാബോധക്രിയ. നമ്മുടെ നിത്യേനയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നിത്യതാബോധക്രിയ. അത് നമ്മൾ ക്രിയയുടെ പ്രധാനപ്പെട്ട ക്രിയയുടെ സാമാന്യ ഭൂതകാല പുല്ലിംഗ രൂപത്തോടു കൂടിയാണ് ചേർക്കുന്നത്. സാമാന്യ ഭൂതകാലം പുല്ലിംഗം, അതായത് മേ ചായ് പിയ കർത്താഹും, അവിടെ പിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രിയ. അതെപ്പോഴും എന്തായിരിക്കും? സാമാന്യ ഭൂതകാലം പുല്ലിംഗ രൂപത്തിലായിരിക്കും. മേ ചായ് പിയ കർത്താഹും, അതിനോടുകൂടി നമ്മൾ കർ എന്നുള്ള സഹായക്രിയ ഉപയോഗിക്കുമ്പോൾ നിത്യതാബോധക്രിയ കിട്ടുന്നു. क्रिया के जिस रूप से उसके होने या करने के समय का बोध होता है उसे हम काल कहेंगे. प्रधानतः 3 भेद होते हैं: वर्तमान काल, भविष्यत काल, भूतकाल. वर्तमान काल, जिस क्रिया रूप से हमें क्रिया वर्तमान समय में ही हो रहा है उसका बोध होता है, उसे हम वर्तमान काल कहेंगे. जिस क्रिया रूप से हमें बोध होता है कि क्रिया वर्तमान समय में ही हो रहा है उसे हम वर्तमान काल कहेंगे. जैसे मैं पढ़ता हूँ, ये वर्तमान समय का बोध हमें कराता है. वर्तमान काल के 3 भेद होते हैं: सामान्य वर्तमान काल, तात्कालिक वर्तमान काल और संदिग्ध वर्तमान काल. तात्कालिक वर्तमान काल के लिए और एक नाम है अपूर्ण वर्तमान काल. सामान्य वर्तमान काल, जिस क्रिया रूप से क्रिया सामान्य रूप से ही वर्तमान काल में हो रहा है उसे हम सामान्य वर्तमान काल कहेंगे. जब मैं कर्ता के रूप में आता है तब ताहुम पुल्लिंग में और तीहुम स्त्रीलिंग में क्रिया धातु के साथ जोड़ता है. तुम जब कर्ता के रूप में आता है तब क्रिया धातु के साथ पुल्लिंग में ते हो और स्त्रीलिंग में ती हो जुड़ती है. एकवचन कर्ता के रूप में जब आता है तब क्रिया धातु के साथ पुल्लिंग में ताहे जोड़ता है और स्त्रीलिंग में तीहे जुड़ती है. बहुवचन कर्ता के रूप में आता है तब क्रिया धातु के साथ पुल्लिंग में तेहें जोड़ते हैं और स्त्रीलिंग में तीहें जोड़ते हैं. उदाहरण के रूप में मैं स्कूल जाता हूँ, मैं स्कूल जाती हूँ. तुम स्कूल जाते हो, तुम स्कूल जाती हो. वो काम करता है, वो काम करती है. हम काम करते हैं, हम काम करती है. दूसरा है तात्कालिक वर्तमान काल. जिस क्रिया रूप से क्रिया का व्यापार अब भी जारी रहने का बोध होता है उसे हम तात्कालिक वर्तमान काल या अपूर्ण वर्तमान काल कहेंगे. इसमें भी जब मैं कर्ता के रूप में आता है तब क्रिया धातु के साथ पुल्लिंग में रहा हूँ और स्त्रीलिंग में रही हूँ. जैसे मैं काम कर रहा हूँ, मैं काम कर रही हूँ. तुम जब कर्ता के रूप में आता है तब क्रिया धातु के साथ रहे हो,
पुल्लिंग में और स्त्रीलिंग में रही हो जोड़ता है। जैसे तुम काम कर रहे हो, तुम काम कर रही हो। और एकवचन कर्ता के रूप में आता है तब हम क्रिया धातु के साथ पुल्लिंग में रहा है जोड़ेंगे और स्त्रीलिंग में रही है जोड़ेंगे। लड़का दौड़ रहा है, लड़की दौड़ रही है। बहुवचन में बहुवचन कर्ता के रूप में आता है तब हम क्रिया धातु के साथ पुल्लिंग में रहे हैं जोड़ेंगे और स्त्रीलिंग में रही हैं जोड़ेंगे। हम काम कर रहे हैं यानी हम हिंदी पढ़ रहे हैं, हम हिंदी पढ़ रही हैं। तीसरा है संदिग्ध वर्तमान काल। यहाँ पर क्रिया के होने में हमें संदेह हो जाता है, यदि वो क्रिया हो गया है या नहीं, या होता है या नहीं, इस तरह संदेह हो जाता है। उसमें भी जब कर्ता मैं कर्ता के रूप में आता है तब हम क्रिया धातु के साथ ता हूँगा, पुल्लिंग में ता हूँगा जोड़ेंगे और स्त्रीलिंग में ती हूँगी। मैं काम करता हूँगा, मैं काम करती हूँगी। तुम कर्ता के रूप में जब आता है तब क्रिया धातु के साथ ते होगे जोड़ेंगे और क्रिया धातु और स्त्रीलिंग में ती होगी जोड़ेगी। अभी तुम गाँव जाते होगे, तुम गाँव जाती होगी। एकवचन कर्ता के रूप में जब आता है तब क्रिया धातु के साथ ता होगा जोड़ेगा पुल्लिंग में और ती होगी स्त्रीलिंग में। रामू दौड़ता होगा, सीता दौड़ती होगी। बहुवचन जब कर्ता के रूप में आता है तब हम क्रिया धातु के साथ पुल्लिंग में ते होंगे जोड़ेंगे और स्त्रीलिंग में ती होंगी। वे काम करते होंगे, वे काम करती होंगी। സമയത്തെ സൂചിപ്പിക്കുന്ന, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് കാൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്: വർത്തമാനകാൽ, ഭവിഷ്യത്കാൽ, ഭൂതകാൽ. വർത്തമാനകാലം മലയാളത്തിലെ വർത്തമാനകാലമാണ്, ഹിന്ദിയിലെ വർത്തമാനകാലം. ഭവിഷ്യത്കാൽ എന്ന് വെച്ചാൽ ഭാവി കാലം, ഭൂതകാലം എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ ഭൂതകാലം. ഇപ്പോൾ നമ്മൾ എന്താണ് നടക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം. സാമാന്യ വർത്തമാനകാൽ എന്ന് വെച്ചാൽ സാമാന്യമായിട്ട് നമ്മൾ വർത്തമാനകാലത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാമാന്യമായിട്ട് എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നത് സാമാന്യ വർത്തമാനകാൽ. അതിൽ മെയിൻ കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി താഹും തീഹും എന്ന് ചേർക്കും. പുല്ലിംഗത്തിൽ താഹും, സ്ത്രീലിംഗത്തിൽ തീഹും. മെയിൻ കാം കർത്താഹും, മെയിൻ കാം കർത്തീഹും. തും വരുമ്പോൾ, തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി തേഹോ തീഹോ. തും ഹിന്ദി പഠിത്തേ ഹോ, തും ഹിന്ദി പഠിത്തീ ഹോ. നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു എന്നുള്ള രീതി. ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗത്തിൽ താഹേ എന്നും സ്ത്രീലിംഗത്തിൽ തീഹേ എന്നും ചേർക്കുന്നു. ബയൽ ഖാസ് ചർത്താ ഹേ, ഗായ് ഖാസ് ചർത്തി ഹേ. ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി തേഹൈം എന്നും പുല്ലിംഗത്തിലും തീഹൈം എന്നും സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. ഹം കാം കർത്തേ ഹൈം, ഹം കാം കർത്തി ഹൈം. താൽക്കാലിക വർത്തമാനകാൽ, ക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് താത്കാലിക വർത്തമാനകാൽ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ മെയിൻ കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി രഹാഹും എന്ന് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിൽ രഹീഹും എന്ന് ചേർക്കുന്നു. മേ സ്കൂൾ ജാ രഹാഹും, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മേ സ്കൂൾ ജാ രഹീഹും. തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി രഹേഹോ എന്ന പുല്ലിംഗത്തിലും രഹീഹോ എന്ന സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. തും ഹിന്ദി പഠ് രഹേഹോ, നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. തും ഹിന്ദി പഠ് രഹീഹോ. ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി രഹാഹേ എന്ന് പുല്ലിംഗത്തിലും രഹീഹേ എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. ലഡ്ക ദൗഡ് രഹാഹേ, ആൺകുട്ടി ഓടുകയാണ്. ലഡ്കി ദൗഡ് രഹീഹേ. ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി രഹേഹൈം എന്ന് പുല്ലിംഗത്തിലും രഹീഹൈം എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. ലഡ്കെ ദൗഡ് രഹേഹേം, ആൺകുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ലഡ്കിയാം ദൗഡ് രഹീഹേം. സന്ദിഗ്ധ വർത്തമാനകാൽ, ഒരു സംശയം, ആ ക്രിയ നടന്നോ ഇല്ലേ നടക്കുന്നോ ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ക്രിയകളെയാണ് സന്ദിഗ്ധ വർത്തമാനകാലത്തിൽ സൂചിപ്പിക്കുന്നത്. അവിടെ മെയിൻ കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താഹൂങ്ക എന്നും സ്ത്രീലിംഗത്തിൽ തീഹൂങ്കി എന്നും ചേർക്കുന്നു. മെയിൻ കാം കർത്താഹൂങ്ക, മെയിൻ കാം കർത്തി ഹൂങ്കി. തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി തേ ഹോഗെ എന്ന് പുല്ലിംഗത്തിലും തീ ഹോഗി എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. തും ഗാവ് ജാത്തേ ഹോഗെ, തും ഗാവ് ജാത്തി ഹോഗി. പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട് അവിടെ. ഏകവചനം കർത്താവായി വരുമ്പോൾ താഹോഗ എന്ന് പുല്ലിംഗത്തിലും തീ ഹോഗി എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. ലഡ്ക പഠിത്താ ഹോഗ, ആൺകുട്ടി പഠിക്കുന്നുണ്ടായിരിക്കും. ലഡ്കി പഠിത്തി ഹോഗി. ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി തേ ഹോങ്കെ എന്ന് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിൽ തീ ഹോങ്കി എന്നും ചേർക്കുന്നു. ലഡ്കെ പഠിത്തേ ഹോങ്കെ, ലഡ്കിയാം പഠിത്തി ഹോങ്കി. ഭവിഷ്യത്കാൽ,
क्रिया के जिस रूप से उसके आने वाले समय का बोध होता है, यानी आने वाले समय का पता चलता है, उसे हम भविष्यत्काल कहेंगे। भविष्यत्काल के दो भेद होते हैं, सामान्य भविष्यत्काल, संभाव्य भविष्यत्काल। साधारण रूप से भविष्यत्काल में होने या न होने को सूचित करता है, उसे हम सामान्य भविष्यत्काल कहेंगे। वहाँ पर भी जब मैं कर्ता के रूप में आता है तब क्रिया धातु के साथ ऊँगा पुल्लिंग में और ऊँगी स्त्रीलिंग में। मैं स्कूल जाऊँगा, मैं स्कूल जाऊँगी। तुम कर्ता के रूप में जब आता है तब क्रिया धातु के साथ ओगे जोड़ेंगे पुल्लिंग में और ओगी क्रिया धातु के साथ जोड़ेंगी स्त्रीलिंग में। तुम काम करोगे, तुम काम करोगी। जब एकवचन कर्ता के रूप में आता है तब क्रिया धातु के साथ एगा जोड़ेगा पुल्लिंग में और एगी स्त्रीलिंग में। सीधा काम करेगी, राहुल काम करेगा। जब बहुवचन कर्ता के रूप में आता है तब एंग के जोड़ेंगे क्रिया के पुल्लिंग रूप के साथ और एंग की स्त्रीलिंग में। हम काम करेंगे, हम काम करेंगी। संभाव्य भविष्यत्काल, क्रिया की संभावना, जिस क्रिया रूप से क्रिया की संभावना पाई जाती है, यानी क्रिया की अनुमति, आज्ञा, इच्छा, उपदेश या प्रश्न को सूचित करता है, उसे हम संभाव्य भविष्यत्काल कहेंगे। अनुमति, इसके लिए उदाहरण है अनुमति शब्द को सूचित करने वाला वाक्य है गुरुजी क्या मैं बोलूं। वहाँ पर सामान्य भविष्यत्काल क्रिया रूप से गा, गे या गी को हटाने से हमें संभाव्य भविष्यत्काल रूप मिलेंगे। सामान्य भविष्यत्काल रूप से गा, गे, गी हटाने से हमें संभाव्य भविष्यत्काल रूप मिलेंगे। अनुमति की सूचना करने वाले वाक्य गुरुजी क्या मैं बोलूं। यहाँ पर अनुमति पूछता है और आज्ञा तुम बाहर ना जाए, यहाँ पर आज्ञा देती है तुम बाहर ना जाए। इच्छा प्रकट करने वाले वाक्य है ईश्वर तुम पर भला करे। उपदेश देने वाले वाक्य है आप अवश्य एक काम करें। प्रश्न सूचित करने वाले वाक्य है क्या मैं गाँव जाऊं। ഭാവി കാലം, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഭാവി കാലം. ഹിന്ദിയിൽ പ്രധാനമായിട്ടും ഭാവി കാലത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്, സാമാന്യ ഭവിഷ്യത്കാൽ, സംഭാവ്യ ഭവിഷ്യത്കാൽ. സാമാന്യ ഭവിഷ്യത്കാൽ സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം സൂചിപ്പിക്കുന്നത് സാമാന്യ ഭവിഷ്യത്കാൽ. അവിടെ മെയിൻ കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി ഊങ്ക എന്ന് പുല്ലിംഗത്തിലും ഊങ്കി എന്ന് സ്ത്രീലിംഗത്തിലും ചേർക്കുന്നു. തും കർത്താവായി വരുമ്പോൾ ഓകെ, ഓഗി പുല്ലിംഗത്തിൽ ഓകെ, സ്ത്രീലിംഗത്തിൽ ഓഗി എന്ന് ചേർക്കുന്നു. ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗത്തിൽ ഏക എന്നും സ്ത്രീലിംഗത്തിൽ ഏകി എന്നും ചേർക്കുന്നു. ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ ഏങ്കെ എന്നും സ്ത്രീലിംഗത്തിൽ ഏങ്കി എന്നും ചേർക്കുന്നു. मैं स्कूल जाऊँगा, मैं स्कूल जाऊँगी. तुम गाँव जाओगे, तुम गाँव जाओगी. सीधा काम करेगी, राहुल काम करेगा. हम हिंदी बोलेंगे, हम हिंदी बोलेंगी. അടുത്ത സംഭാവ്യ ഭവിഷ്യത്കാൽ, അത് അനുവാദം, ആജ്ഞ, ആഗ്രഹം, ഉപദേശം, ചോദ്യം ഇങ്ങനെയുള്ള വാക്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സംഭാവ്യ ഭവിഷ്യത്കാൽ. ഭാവിയിലേക്ക് നമ്മളൊരു കാര്യത്തിന് അനുവാദം ചോദിക്കുകയാണെങ്കിൽ ഗുരുജി മേ ബോലും ഈ രീതിയിൽ ചോദിക്കും. സംഭാവ്യ ഭവിഷ്യത്കാലം കിട്ടാൻ വേണ്ടി സാമാന്യ ഭവിഷ്യത്കാലിൽ നിന്നും ക്രിയാരൂപത്തിൽ ചേർക്കുന്ന ഗ, ഗേ, ഗി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത്കാലിൽ ക്രിയാധാതുവിനോട് ചേർക്കേണ്ടത് ലഭിക്കും. അതായത് മെയിൻ വരുമ്പോൾ ഊ, തും വരുമ്പോൾ ഓ, ഏകവചനം വരുമ്പോൾ എ, ബഹുവചനം വരുമ്പോൾ എ. ആജ്ഞ നൽകുന്ന വാക്യത്തെ സൂചിപ്പിക്കുന്നത് തും ബാഹർ ന ജായേ. ഇച്ഛ, ആഗ്രഹം, ഈശ്വർ തും പർ ഭലാ കരേ. ഉപദേശം സൂചിപ്പിക്കുന്ന ആപ് അവശ്യ കാം കരേ. प्रश्न, ചോദ്യം സൂചിപ്പിക്കുന്നത് क्या मैं गाँव जाऊँ. भूतकाल, क्रिया के जिस रूप से बीते हुए समय का बोध होता है उसे हम भूतकाल कहेंगे. भूतकाल के भी 6 भेद होते हैं. सामान्य भूतकाल, आसन भूतकाल, संदिग्ध भूतकाल, पूर्ण भूतकाल, अपूर्ण भूतकाल और हेतुहेतुमत भूतकाल. इसमें सबसे पहला सामान्य भूतकाल, जिसे बीते हुए समय का सामान्य रूप से ज्ञान होता है उसे हम सामान्य भूतकाल कहेंगे. जैसे राम ने पढ़ा, वह स्कूल गया. साधारण रूप से जब हम भूतकाल कहेंगे तो सामान्य भूतकाल रूप में प्रयुक्त होगा राम ने पढ़ा, वह स्कूल गया. लेकिन सामान्य भूतकाल में जब क्रिया सकर्मक
होती है, जब क्रिया रूप सकर्मक होती है, तब हमें कर्ता के साथ ने जोड़ना चाहिए। जब क्रिया सकर्मक होती है तब कर्ता के साथ ने जोड़ना चाहिए, और कर्ता के साथ ने जोड़ने के बाद क्रिया हमेशा कर्म के लिंग वचन के अनुसार बदलेंगी। कर्ता के साथ ने जोड़ने के बाद क्रिया हमेशा कर्म के लिंग वचन के अनुसार बदलेगी। जैसे हमने फल खाया, यहाँ पर खा सकर्मक क्रिया है, इसलिए कर्ता के साथ ने जोड़ा है, और खाया क्रिया रूप फल के अनुसार, फल पुल्लिंग एकवचन है, इस खाया क्रिया रूप का प्रयोग किया है। हमने रोटी खाई, वहाँ पर रोटी स्त्रीलिंग है, इसलिए खाई क्रिया रूप का प्रयोग किया है। हमने कई फल खाए, वहाँ पर कई फल पुल्लिंग बहुवचन है, इसलिए खाए क्रिया रूप का प्रयोग किया है। हमने रोटियाम खाई, वहाँ पर रोटियाम स्त्रीलिंग बहुवचन है, इसलिए खाईम क्रिया रूप का प्रयोग किया है। और जब अकर्मक क्रिया आता है तब वो कर्ता के लिंग वचन के अनुसार ही बदलेंगे। जैसे वो स्कूल गया, वे स्कूल गए आदि, मैं स्कूल गया, हम स्कूल गए आदि। कर्म के साथ यदि को प्रत्यय लग जाए या कर्म को उस वाक्य में नहीं सूचित किया जाए तो हम क्रिया को पुल्लिंग एकवचन रूप में ही रखेंगे। जैसे हमने गाय को मारा, वहाँ पर गाय के साथ को शब्द को प्रत्यय लगा है, इसलिए हमने क्रिया रूप मारा में ही मार क्रिया रूप को मारा में ही रखा है, पुल्लिंग एकवचन में ही रखा है। उन्होंने देखा, वहाँ पर भी कर्म शब्द का प्रयोग नहीं हुआ है, इसीलिए हम देख शब्द को पुल्लिंग एकवचन में रखा है। हमने देखा। बोल, भूल, ला, ये तीनों शब्द हम हमेशा अकर्मक क्रिया में ही प्रयोग करेंगे। जैसे मैं हिंदी बोला, वे पुस्तक भूले, पिताजी किताब लाए। दूसरा है आसन्न भूतकाल, क्रिया के जिस रूप से हमें यह सूचना मिलता है कि क्रिया अभी अभी पूरा हुआ है। सामान्य भूतकाल के साथ हम हुम, हो, हे और हेम जोड़ने से आसन्न भूतकाल हमें मिलेंगे। उदाहरण के लिए, मैं स्कूल से आया हूँ, हम स्कूल से आए हैं। उन्होंने खाना खाया है, हमने फल खाया है। पूर्ण भूतकाल, जिस क्रिया रूप से हमें यह बोध होता है कि क्रिया भूतकाल में ही समाप्त हो गया है, पूर्ण रूप से भूतकाल में ही समाप्त हो गया है, उसे हम पूर्ण भूतकाल कहेंगे। वो भी सामान्य भूतकाल के साथ था, थे, थी या थीम जोड़ने पर मिलेंगे। जैसे हमने खाना खाया था, उन्होंने सिनेमा देखा था, वो स्कूल गया था। संदिग्ध भूतकाल, वहाँ पर क्रिया के जिस रूप से क्रिया के भूतकाल में होने या न होने का संदेह हमें होता है, उसे हम संदिग्ध भूतकाल कहेंगे। सामान्य भूतकाल क्रिया के साथ होगा, होंगी या होगे, होगी या होगा, होगी, होंगे, होंगी, ये प्रत्यय जोड़ने पर हमें संदिग्ध भूतकाल क्रिया मिलेंगे। जब अकर्मक क्रिया आता है तब कर्ता के लिंग वचन के अनुसार बदलना है क्रिया को। जब सकर्मक क्रिया आता है तब कर्म के लिंग वचन के अनुसार बदलना है क्रिया को। ഭൂതകാലം കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്, കഴിഞ്ഞു പോയ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലം. സാമാന്യ ഭൂതകാലം, സാധാരണ ഗതിയിൽ നമ്മൾ കഴിഞ്ഞു പോയ സമയത്തെ സൂചിപ്പിക്കുമ്പോൾ സാമാന്യ ഭൂതകാലം എന്ന് പറയും. അതായത് രാമനെ പട, സ്കൂൾ ഗയ, രാമൻ പഠിച്ചു, അവൻ സ്കൂളിൽ പോയി, ഈ രീതിയിൽ പറയുന്നത്. അവിടെ ക്രിയ അതായത് ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ, സകർമ്മക ക്രിയയാണ് വരുന്നതെങ്കിൽ നമുക്ക് കർത്താവിനോടൊപ്പം നമ്മൾ നേ ചേർക്കണം. നേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് മാത്രമേ മാറുകയുള്ളൂ. ഉദാഹരണത്തിന് ഹംനെ ഫൽ ഖായ, അവിടെ ഫൽ ഒരു പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഖായ പുല്ലിംഗ ഏകവചനമായതുകൊണ്ട് ഖായ എന്ന് ഉപയോഗിച്ചു. ഹംനെ കൈ ഫൽ ഖായേ, അവിടെ വളരെയധികം പഴങ്ങൾ, പുല്ലിംഗം ബഹുവചനം, കർമ്മം പുല്ലിംഗം ബഹുവചനം ആയതുകൊണ്ട് ഖായേ എന്ന വാക്ക് ഉപയോഗിച്ചു, ഖായ എന്ന ക്രിയ ഉപയോഗിച്ചു. ഹംനെ റോട്ടി ഖായി, അവിടെ റോട്ടി എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് ഖായി എന്ന ക്രിയ ഉപയോഗിച്ചു. ഹംനെ റോട്ടിയാം ഖായി, അവിടെ റോട്ടിയാം സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് ഖായീം എന്ന ക്രിയാരൂപം ഉപയോഗിച്ചു. കർമ്മത്തോടുകൂടി കോ പ്രത്യയം ചേരുകയാണെങ്കിലോ അല്ലെങ്കിൽ കർമ്മത്തെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ ക്രിയ പുല്ലിംഗ ഏകവചനത്തിൽ തന്നെ നിലനിർത്തും. ഹംനെ ഗായ്ക്കോ മാരാ, ഞങ്ങൾ പശുവിനെ അടിച്ചു. അവിടെ ഗായി പശു എന്ന് പറയുന്ന സ്ത്രീലിംഗമാണ്. എന്നാലും കോ പ്രത്യയം ചേർത്തത് കൊണ്ട് അവിടെ നമ്മൾ
മാര എന്നുള്ള പുല്ലിംഗം ക്രിയാരൂപമാണ് ചേർത്തത്. കർമ്മം പറഞ്ഞിട്ടില്ലാത്ത സമയത്ത്, അതായത് ഞങ്ങൾ കണ്ടു, ഹംനെ ദേഖ, അവിടെ കർമ്മത്തെ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദേഖ എന്നുള്ള ക്രിയയുടെ പുല്ലിംഗ ഏകോചന രൂപം ദേഖ എന്നാണ് ഉപയോഗിക്കുന്നത്. ബോൽ ഭൂൽ ന, ഈ 3 ക്രിയകളും സകർമ്മകമാണ്, ഉത്തരം തരുമെങ്കിൽ പോലും സകർമ്മകമാണെങ്കിൽ പോലും നമ്മൾ ഭൂതകാലം വരുമ്പോൾ അത് അകർമ്മക ക്രിയയുടെ രൂപത്തിൽ മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ. അതായത് കർത്താവിനോടുകൂടി നേ ചേർക്കുകയുമില്ല, ക്രിയ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് മാറുകയും ചെയ്യും. മേ ഹിന്ദി ബോല, ഹം കിതാബ് ഭൂലേ, പിതാജി കിതാബ് ലായേ. ആസന്ന ഭൂതകാലം ഇപ്പോൾ അതായത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ക്രിയ അവസാനിച്ചു, ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ആസന്ന ഭൂതകാലം. സാമാന്യ ഭൂതകാലത്തോടുകൂടി ഹും, ഹോ, ഹേ അല്ലെങ്കിൽ ഹൈം ഈ പ്രത്യയം ചേർക്കുമ്പോൾ നമുക്ക് ആസന്ന ഭൂതകാല രൂപം കിട്ടും. അതായത് മേ സ്കൂൾ സെ ആയാ ഹും, ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹം സ്കൂൾ സെ ആയേ ഹൈം, തും സ്കൂൾ സെ ആയേ ഹോ. അത് ക്രിയ ആസന്ന ഭൂതകാലത്തിൽ ക്രിയ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് അകർമ്മക ക്രിയ വരുമ്പോഴും കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് സകർമ്മക ക്രിയ വരുമ്പോഴും പ്രയോഗിക്കണം. അടുത്തതായി പൂർണ്ണഭൂതകാലം. പൂർണ്ണഭൂതകാലത്തിൽ നമ്മൾ ക്രിയ പൂർണ്ണമായി സമാപിച്ചു എന്നുള്ള സൂചന തരുന്നതാണ് പൂർണ്ണഭൂതകാലം. മുഴുവനുമായി ഭൂതകാലത്തിൽ തന്നെ കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നത്. അതും സാമാന്യ ഭൂതകാലത്തോടൊപ്പം തന്നെ ധ, ധേ, ധി, ധീ ഇവ ചേർക്കുമ്പോൾ കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുമ്പോൾ കിട്ടും. അതായത് കർത്താവിനനുസരിച്ച് അകർമ്മക ക്രിയയാണെങ്കിൽ കർത്താവിനനുസരിച്ചും സകർമ്മക ക്രിയയാണെങ്കിൽ കർമ്മത്തിനനുസരിച്ചും. മേനെ ഫൽ ഖായാ ഥ, ഹം സ്കൂൾ ഗയേ ഥേ. അടുത്തത് സന്ദിഗ്ധ ഭൂതകാലം. ക്രിയ ഭൂതകാലത്തിൽ നടന്നോ ഇല്ലയോ എന്ന് ചെറിയൊരു സംശയം തോന്നിക്കുന്നതാണ് സന്ദിഗ്ധ ഭൂതകാലം. അവൻ പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ സംശയം നമുക്ക് തോന്നുന്നതാണ് സന്ദിഗ്ധ ഭൂതകാലം. അത് സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ ഹോഗ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ, അതായത് ഹൂങ്ക ഹൂങ്കി, ഹോഗേ ഹോഗി, ഹോഗ ഹോഗി, ഹോങ്കെ ഹോങ്കി എന്ന പ്രത്യയങ്ങൾ ചേരുമ്പോൾ സന്ദിഗ്ധ ഭൂതകാല രൂപം കിട്ടും. മേ സ്കൂൾ സെ ആയാ ഹൂങ്ക, ഹംനെ ഫൽ ഖായാ ഹോഗ. अपूर्ण भूतकाल, क्रिया के जिस रूप से भूतकाल में उसे समाप्त होने का पता न चले उसे हम अपूर्ण भूतकाल कहेंगे. जिसे राम आता था, वर्षा हो रही थी, वहाँ पर भी एकवचन कर्ता के रूप में आता है. तब हम क्रिया के साथ ताथा या तीथी, ताथा पुल्लिंग में और तीथी स्त्रीलिंग में. बहुवचन जब कर्ता के रूप में आता है तब हम क्रिया के साथ क्रिया धातु के साथ ते थे और स्त्रीलिंग में तीथीम जोड़ेंगे. हेद हेदमत भूतकाल, यहाँ पर क्रिया के होने या न होना किसी दूसरे क्रिया पर निर्भर होता है, उसे हम हेद हेदमत भूतकाल कहेंगे. जैसे अगर वह आता तो मैं भी जाता. अगर वह आता तो यहाँ पर एक क्रिया है, उस क्रिया पर निर्भर होता है यहाँ मेरे जाना. अगर वह आता तो मैं भी जाता. അപൂർണ ഭൂതകാലം. ക്രിയ പൂർണ്ണമായും ഭൂതകാലത്തിൽ തന്നെ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് അതിൽ ഈ അപൂർണ ഭൂതകാലത്തിൽ നിന്നും സൂചന ലഭിക്കുന്നില്ല. അങ്ങനെ സൂചന ലഭിക്കാത്ത വാക്യങ്ങളെയാണ് നമ്മൾ അപൂർണ ഭൂതകാലത്തിൽ എഴുതുക. രാം ആത്താത, വർഷാ ഹോ രഹീതി, മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ രീതിയിൽ വരുന്നത്. ഹേത് ഹേദ്മത് ഭൂതകാൽ, അത് ഒരു ക്രിയ നടന്നതോ അല്ലെങ്കിൽ നടക്കാത്തതോ മറ്റൊരു ക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് ആ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ക്രിയ നടക്കുകയുള്ളൂ. അങ്ങനെ മറ്റൊരു ക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒരു ക്രിയ നടക്കുന്നതും അത് നടക്കാത്തതും. അത് അഗർ വഹ ആത്താത്തോ മേ ഭി ജാത്ത, അവൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അപ്പം അവൻ വരിക എന്നുള്ള ക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഞാൻ പോകുക എന്നുള്ള ക്രിയ. അഗർ വഹ ആത്താത്തോ മേ ഭി ജാത്ത.